എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷനും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസുകൾ അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സ് ഇന്ത്യയിലോ ഇന്ത്യക്ക് പുറത്തോ ജോബ് സെർച്ച് ചെയ്യാൻ വേണ്ടി പോകാറുണ്ട്. പലപ്പോഴും അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഈ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉടനെ ചെന്ന് കഴിഞ്ഞാൽ ജോലി ഓൾറെഡി റെഡിയാണ്, ജോബ് നമുക്ക് റെഡിയാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ്. ഇതിൽ വരുന്ന ഏറ്റവും വലിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്, സാധാരണ നമ്മളൊരു ഡോക്ടേഴ്സ് അല്ലെങ്കിൽ MBBS കഴിഞ്ഞ ഒരാളാണെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ സ്പെഷ്യലൈസേഷൻ ചെയ്തു കഴിഞ്ഞാലാണ് അവർ ശരിക്കും നമ്മൾ കൺസൾട്ട് ചെയ്യാൻ പോകുന്ന ഒരു ഡോക്ടറായിട്ട് ക്വാളിഫൈഡ് ആയിട്ട് നമ്മൾ അറിയുന്നത്. അതിന്റെ അർത്ഥം MBBS മോശമാണ് എന്നല്ല. അപ്പൊ ഇതുപോലെ തന്നെ ബിടെക് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ബിടെക് ഇൻ ഇലക്ട്രിക്കൽ, ബിടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുന്നത് ഇതുപോലുള്ള ഒരു ജനറലൈസ്ഡ് കോഴ്സാണ്. ഏകദേശം ബിടെക്കിൽ അറൌണ്ട് 20 ടെക്നിക്കൽ പേപ്പേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഒരു സബ്ജക്റ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനെ പ്രാക്ടിക്കൽ സൈഡിലോട്ട് നമ്മൾ കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്ന പല സ്പെഷ്യലൈസേഷൻ കോഴ്സുകളും ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ ഈ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോഴും പല അബദ്ധങ്ങളും സംഭവിക്കാറുണ്ട്. പല സ്റ്റുഡൻസും സ്വന്തം അവരവരുടെ ബിഹേവിയറോ ആറ്റിറ്റ്യൂഡോ അല്ലെങ്കിൽ അവരുടെ പാഷനോ മനസ്സിലാക്കാതെയാണ് ഈ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 3 പാരാമീറ്റേഴ്സ് നമുക്കിതിൽ മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, നിങ്ങൾ ബിടെക്കിലോ ഡിപ്ലോമ പഠിക്കുമ്പോഴോ നിങ്ങൾ ഗ്യാദർ ചെയ്തിട്ടുള്ള നോളജ്, നിങ്ങളുടെ അറിവ്, നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വന്നാലേ നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾ ലൈഫ് ടൈം ആയി ചെയ്യുള്ളൂ. ഈ ഒരു പാഷനോ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡിലോ നമ്മളെ ജോബ് എന്താന്ന് മനസ്സിലാക്കാൻ ശരിക്കും നമ്മൾ കരിയർ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളും പ്ലേസ്മെന്റ് സെല്ലുകളും പോലുള്ള ഡിപ്പാർട്ട്മെന്റിൽ ശരിക്കും ഇൻവോൾവ് ചെയ്യുന്നതാണ്. പല കോളേജുകളിലും അത് നടത്തിപ്പോരുന്നുണ്ട്, എന്നാൽ ഭൂരിപക്ഷം കോളേജുകളിലും ഈ ഒരു സംവിധാനമില്ല. അപ്പോൾ നമ്മളൊരു ജോബ് തിരയുന്ന സമയത്ത് ഒരു കമ്പനിയുടെ റിക്വയർമെന്റ് എന്താണോ അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളുടെ ബിഹേവിയർ, നമ്മളെ നോളജ് ഒക്കെ അതിനെ കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ആ ജോബിലോട്ട് എൻ്റർ ചെയ്യാൻ. ഞാൻ പലപ്പോഴും നമ്മളെ സെന്ററുകളിൽ പഠിപ്പിക്കുന്ന കോഴ്സുകൾക്ക് വേണ്ടി 10-20 കുട്ടികൾ ഒരുമിച്ച് ഗ്രൂപ്പായിട്ട് വരാറുണ്ട്. ഇങ്ങനെ ഗ്രൂപ്പായിട്ട് വരുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, പല സ്റ്റുഡൻസിനും 10 പേരിൽ ഒരു 4 പേർക്ക് മാത്രമേ ആ ഒരു സബ്ജക്റ്റിനോട് അല്ലെങ്കിൽ ആ സ്പെഷ്യലൈസിനോട് താല്പര്യം ഉണ്ടാവുള്ളൂ. ആ താല്പര്യം ഈ 4 പേർക്കുള്ളതുകൊണ്ട് മാത്രം അവർക്ക് ജോലി കിട്ടിപ്പോവും, ബാക്കിയുള്ളവർക്ക് ജോലി കിട്ടാതെ പോകും. അപ്പോൾ ഒരു 60-70% സ്റ്റുഡൻസും ഓൾറെഡി ആ ഫീൽഡിനോട് താല്പര്യമില്ലാതെ ചേരുന്ന കോഴ്സുകൾക്കാണ് അവർ വന്ന് നമ്മൾ സാധാരണ പറയുകയാണെങ്കിൽ പെട്ടുപോവുക എന്ന് പറയുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് ഈ 3 കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട്. ഒന്ന്, അവരവരുടെ നോളജ്. രണ്ടാമത്തെ, അവരുടെ ആറ്റിറ്റ്യൂഡ്. മൂന്നാമത്തെ, അവരുടെ ഏത് കമ്പനിക്കാണോ അവർ ജോബിന് അപ്ലൈ ചെയ്യുന്നത് ആ കമ്പനികളിൽ ഉള്ള റിക്വയർമെന്റ്സ് നമ്മളെ കയ്യിലുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ആ റിക്വയർമെന്റ്സിന് മാച്ച് ആവുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിലൂടെ കഴിഞ്ഞ് ഇനി വീണ്ടും നമുക്ക് കണക്ട് ചെയ്യാനുള്ളത് നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതിന് സാധാരണ നമ്മളൊരു CV, റെസ്യൂം ക്രിയേറ്റ് ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ കവർ ലെറ്റർ സെറ്റ് ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ സെൽഫ് ഇൻട്രൊഡക്ഷൻ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. ഈ 4 ഡോക്യുമെന്റ്സിൽ അല്ലെങ്കിൽ ഒരു 3 ഡോക്യുമെന്റ്സ് എങ്കിലും ചുരുങ്ങിയത് ഇതിൽ നമ്മൾ സെലക്ട് ചെയ്ത് പോകും. പല CVകളും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു CV ക്രിയേറ്റ് ചെയ്തിട്ട് എല്ലാ ടൈപ്പ് കമ്പനിക്കും ഒരേ CVകൾ തന്നെ അയച്ചുകൊണ്ടിരിക്കുക. കമ്പനിക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് ഡാറ്റാസ് അതിൽ കൊടുത്തിട്ട് വായിക്കുന്ന ആളെ ബോറടിപ്പിക്കുന്ന ഒരുപാട് പരിപാടികൾ. അപ്പൊ ഇതെല്ലാം ഒഴിവാക്കി നമ്മൾ ഏത് കമ്പനിക്കൊന്ന് അപ്ലൈ ചെയ്യുന്നത് ആ കമ്പനിക്ക് ആവശ്യമായ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ ആവശ്യമായ ഡീറ്റെയിൽസ് മാത്രം നൽകി കൂടുതൽ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് സ്പെസിഫിക് ആയതുകൊണ്ട് എപ്പോഴും ഓരോ കമ്പനിക്കും ഓരോ സെപ്പറേറ്റ് CVകൾ തന്നെ അയച്ചിരിക്കണം. അതുപോലെ തന്നെ കവർ ലെറ്റർ ഇല്ലാത്ത ഒരു അപ്ലിക്കേഷനും ഒരു നല്ലൊരു കമ്പനി ഒരിക്കലും സ്വീകരിക്കുകയില്ല. കവർ ലെറ്റർ എന്ന് പറയുന്നത് നിങ്ങളൊരു ഇൻട്രോ ലെറ്റർ ആണ്. ആ ലെറ്റർ ശരിക്കും സ്പെസിഫിക് ആയിരിക്കണം. ഞാൻ എന്തിന് ഈ കമ്പനിയിൽ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ എൻ്റെ ഈ അപ്ലിക്കേഷൻ്റെ മെയിൻ ഉദ്ദേശം എന്താണ്, ഞാൻ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടാവും, കമ്പനിക്ക് എന്തൊക്കെ ബെനിഫിറ്റ് കൊടുക്കാൻ പറ്റും, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും ഈ കമ്പനി ഓൾറെഡി ജോബ് ഡിസ്ക്രിപ്ഷനിൽ കാണിച്ചിരിക്കുന്ന പോയിന്റ്സിൽ എനിക്ക് എന്തെല്ലാം അറിയാം,
അപ്പോൾ ഞാൻ ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ ഈ പോസ്റ്റിന് ക്വാളിഫൈഡ് ആണോ എന്ന് ഞാൻ തന്നെ തീരുമാനിച്ച്, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന ആൾ തന്നെ തീരുമാനിച്ചിട്ടാണ് ഈ ഡോക്യുമെന്റ്സ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെ ക്ലിയർ കട്ട് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സും അതുപോലെ തന്നെ അറിവും നൽകുന്ന പല സെഷൻസും ടെക് ആക്സിസും അതുപോലെ തന്നെ MEP ട്രെയിനേഴ്സ് പോലുള്ള സ്ഥാപനങ്ങളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ടെക്നിക്കലായിട്ടുള്ള MEP ട്രെയിനിങ്ങും റെവിറ്റ് ഓൺലൈൻ ക്ലാസ്സുകളും അതുപോലെ തന്നെ സിവിലിൻ്റെയും മെക്കാനിക്കലിൻ്റെയും ഇലക്ട്രിക്കലിൻ്റെയും എഞ്ചിനീയറിങ്ങിൻ്റെയും ഒരുപാട് കോഴ്സുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കിയിട്ടാണ് ഈ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലാതെ വെറുതെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഒരു കോഴ്സ് കഴിഞ്ഞ് ആ സർട്ടിഫിക്കറ്റ് തന്നോടുകൂടി ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞു എന്ന് പറയുന്ന തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളല്ല. അതുകൊണ്ട് തന്നെ നമ്മളെ സെൻറ്ററുകളിൽ ഏകദേശം 25ഓളം കൊല്ലം പ്രൊജക്റ്റ് മാനേജറായിട്ട് ഇരിക്കുന്ന ആൾക്കാരും കൺസ്ട്രക്ഷൻ മാനേജറായിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് നമ്മളെ സ്റ്റുഡൻസാണ്. നിങ്ങൾക്ക് ഈ കാര്യങ്ങളെ പറ്റി ഡീറ്റെയിൽസ് അറിയാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പേഴ്സും അതുപോലെ തന്നെ നിങ്ങൾക്ക് നേരിട്ട് കോളുകൾ ചെയ്യാവുന്നതാണ്. അഥവാ കോളുകൾ അറ്റൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അതിലെൻ്റെ പേഴ്സണൽ നമ്പേഴ്സ് ഉണ്ട്. അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിലൊരു മെസ്സേജ് അയച്ചാലും മതി. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഗൈഡൻസും നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകത, ഈ കോഴ്സുകളെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങളൊരു ജോബിൽ എൻ്റർ ചെയ്യുമ്പോൾ ഏത് രീതിയിലുള്ള എത്ര കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസും ഈ ഒരു സെക്ഷനിൽ ഉണ്ടെങ്കിൽ നമ്മൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇത്രയും വലിയൊരു ഗ്യാരണ്ടിയിൽ, ഇത്രയും വലിയൊരു ലൈഫ് ടൈം സപ്പോർട്ടിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് UAE, സൗദി അറേബ്യ, ഒമാൻ, ഖത്തർ തുടങ്ങിയ GCC രാജ്യങ്ങളിലും ഇന്ത്യയിലുള്ള ഏത് സിറ്റീസിൽ വർക്ക് ചെയ്യാനെങ്കിലും യൂറോപ്യൻ കൺട്രീസിലുള്ള പല പല രാജ്യങ്ങളുമായിട്ട് 11ഓളം രാജ്യങ്ങളിൽ നമുക്ക് അലുമിനി ഗ്രൂപ്പുകളുണ്ട്, ഗ്ലോബൽ അലുമിനി ഗ്രൂപ്പുകളുണ്ട്. ഏത് രാജ്യത്ത് നിങ്ങൾ പോവുകയാണെങ്കിലും എഞ്ചിനീയറിംഗിൽ വരുന്ന എല്ലാ ഡൗട്ടുകൾക്കും പരമാവധി ഞങ്ങളെ സപ്പോർട്ടുകൾ ഉണ്ടാവും. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാൻ അത് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന നെറ്റ്വർക്കിനെ ഞങ്ങൾ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. BNI പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഞങ്ങൾക്ക് ഇതിന് വളരെ സഹായകരമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കണക്ട് ചെയ്യുക. എൻ്റെ പേര് അൻസാർ ബിൻ ഉസ്മാൻ ലവ. ഞാൻ ചെമ്മാടാണ് ബേസ് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി 22 years എക്സ്പീരിയൻസ് MEP ഫീൽഡിലും കൺസ്ട്രക്ഷൻ ഫീൽഡിലും. താങ്ക്സ് ഫോർ വാച്ചിങ്.